പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ് ഇവരെയൊക്കെ സംഘടിപ്പിച്ച അങ്ങ് നല്ല സമ്മേളനം നടത്തിയിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മരണകളൊന്ന് പറയാമോ? ഒന്ന്, ദീപിക വാർദ്ധക്യത്തിന് 100 ലക്ഷം ലക്ഷം ജനകാംഗങ്ങൾ കുട്ടികളൊക്കെ അംഗങ്ങളായി ചേർന്നു. അതിൻ്റെ ആഘോഷം എവിടെ വെച്ച് നടത്തണമെന്നുള്ള ചർച്ചയായി. എല്ലാ മേഖലയിൽ നിന്ന് വന്നവരും പറഞ്ഞു ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞു. അവസാനം അതിൻ്റെ ചാർജ് വഹിക്കുന്ന കൊച്ചേട്ടൻ പറഞ്ഞു എവിടെ വെച്ച് നടത്തിയാലും കുഴപ്പമില്ല, ഇവിടുന്ന് 1 രൂപ പോലും കിട്ടിയില്ല, അവിടെ തന്നെ പണം പിരിച്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും പുറകോട്ട് മാറി. പക്ഷെ എന്നെ വിളിച്ച് കച്ചവടം എന്നെ പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു മഹാനായ ഒരാളുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ കൊണ്ടുവരണം. അതിൻ്റെ സകല ചെലവും ഞങ്ങൾ തന്നെ വഹിക്കും, പാലായി വെച്ച് നടത്താൻ തയ്യാറാന്ന് പറഞ്ഞു. എല്ലാം അനുഭവം വിട്ടുപോയി. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാകണമെന്ന് വിചാരിക്കണം. ഉടനെ കൊളംബിയസിനെ പോയി കണ്ടു. കൊളംബിയസിന് ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു നല്ലൊരു പ്രാസംഗിക അല്ല ഒരാളിനെ ഉദ്ഘാടകനായിട്ട് കിട്ടണം. ഇന്ത്യൻ പ്രസിഡന്റ് വന്നാൽ മതി, ഇന്ദിരാഗാന്ധി വന്നാൽ മതി, ഇനി UN ആരെങ്കിലും മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആള് ഗംഭീരമായിരിക്കണം എന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലമാണ്. ഉടനെ ഞാൻ 2 ആഴ്ചക്കും ഇവരും പറയാമെന്ന് കൊളംബിയസം പറഞ്ഞു. അവസാനം ഇന്ദിരാഗാന്ധി സമ്മതിച്ചു. അന്ന് ഇടുക്കി അണക്കെട്ടിൻ്റെ ഉദ്ഘാടനം കൂടെ ഒന്നിച്ചാണ് വരുന്നത്. ഈ സമ്മേളനം വളരെ ഗംഭീരമാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് വന്നു പോയി. കാരണം അതിന് ഞാൻ വാക്ക് പറഞ്ഞു പോയി. ആദ്യം ഒരു യോഗം നടന്നു. എവിടെ നടത്തണം? വരുന്നവർക്കൊക്കെ കാപ്പി എങ്ങനെ കൊടുക്കണ്ടേ? ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എവിടെ വേണം ചോദിച്ചപ്പോൾ മണകാട്ട് ബാബൻ പറഞ്ഞു ഒരിടത്തും പോകണ്ട, എൻ്റെ അവിടെ കൊണ്ടുപോയി നടത്തിക്കോളാൻ പറഞ്ഞു. കാപ്പിയും ഞാൻ കൊടുത്തോളാം അങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് എങ്ങനെയാ ഇത്രയും പേര് 1 ലക്ഷം പേരെ നമുക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റും? ഞാനും ജോർജ് തോമസ് സാറും കൂടി എല്ലാ സ്കൂളുകളിലും പോയി. അപ്പം പറയും ഞങ്ങൾ പിള്ളേരെ വിടാം, അതിൻ്റെ ഉത്തരവാദിത്വം സാറ് ഏറ്റോണമെന്ന് പറയും. ശരിയാ. ഒന്നാമത് അടിയന്തരാവസ്ഥക്കാലത്ത് രാവിലെ പാലാ ടൗണിൽ പിള്ളേർ സംഘടിപ്പിച്ചിട്ട് ലൈനായിട്ട് 2.5 കിലോമീറ്റർ അകലെയാണ് ഈ കോളേജ് മൈതാനത്തേക്ക് വരുന്നത്. പിള്ളേർ തളർന്ന് വീഴും. അപ്പം വലിയൊരാൾക്കൂട്ടം വന്നു. ആൾക്കൂട്ടം പറഞ്ഞ് ഞങ്ങളാൻ ചിന്തിച്ചതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയെ ഈ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് 10-12 പേരെ കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചു. ഞാൻ വരികയില്ല, എനിക്ക് പിള്ളേരുടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ 3 ജീപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് പോവുകയായി. പോലീസുമുണ്ട്. ആർക്കെങ്കിലും കൊച്ചിന് ക്ഷീണം വന്നാൽ ഉടനെ വണ്ടിക്കാത്തൊരുത്തരുക. ഒരുപാട് തളർന്ന് പോവുക പിള്ളേർ. ഇളം വെയില 7:30 തുടങ്ങി നടത്തിപ്പാണ്. രാവിലെ അവർ 5-ഒക്കെ എഴുന്നേറ്റ് പോകുന്നതെന്ന് ഞങ്ങൾക്ക്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വലിയൊരു മഹായോഗം നടത്തി. ഇതുപോലെ സമ്മേളനം പാലായിൽ നടന്നിട്ടില്ല, വിമോചന സമരകാലത്ത് പോലും നടന്നിട്ടില്ല. എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ നമുക്ക് കിട്ടി. എൻ്റെ തന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ആത്മവിശ്വാസം ഉണ്ടായത് മഹാസമ്മേളനം നടത്താൻ സാധിക്കുമെന്നുള്ള ബോധ്യം വന്നത് ഈ സമയമാണ്. ഒന്നാമത് അടിയന്തരാവസ്ഥയും കൂടിയായിരുന്നു, സുഖമായിരുന്നു, നമ്മളെ ആരും ചോദ്യം ചെയ്യില്ല. അങ്ങനെ പോയി. ഒരാൾ പോലും അതിനെ എതിർക്കാൻ തയ്യാറായില്ല. DO എന്നെ വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാണ് സർക്കാർ സമ്മതിക്കുമോ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇന്ദിരാഗാന്ധി അല്ലേ വരുന്നത്, അവളല്ലേ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗംഭീരമായിട്ട് അത് നടത്തിക്കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഏത് മഹാത്മാഗാന്ധി വന്നാലും ഇവിടെ പരിപാടി നടത്താവുന്നൊരു ആത്മവിശ്വാസം വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1887 ദീപികയുടെ ശതാബ്ദി സമാപനം നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പം വിക്ടസനായിരുന്നു. എന്നോട് പറഞ്ഞു ജോണ് ഈ ഓഫീസ് കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം നടത്തിക്കൊള്ളണം, വിളിയൊക്കെ ഞങ്ങൾ വിളിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ അയക്കാനുള്ള ലെറ്റർ എല്ലാം കൂടെ തന്ന് ഒരു കോപ്പിയൊക്കെ എടുത്ത് അയക്കാനായിട്ട് ഒരു 3 ഷെമ്മാശന്മാരെ അങ്ങോട്ട് വിട്ടു തന്നു CMA സഭയിൽ. അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ജനകീയ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടി ഒരു യോഗം നടത്തി. എങ്ങനെയാണ് ആളെ കൂട്ടേണ്ടത് എന്നൊക്കെ ആലോചിക്കാനായിട്ട്. ഞങ്ങൾ പറഞ്ഞു നമുക്ക് വരുന്നവർക്കെല്ലാം ഓരോ പാസ് കൊടുക്കണം. ഈ പാസ് നേരത്തെ എല്ലാം ഏതായാലും എനിക്ക് പാസ് ഉണ്ടല്ലോ വരാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞു. അതിനെ യോഗത്തിൽ കൂടി ഒരാൾ ഗൗരവമായിട്ട് നിർത്തുക. ദീപിക എല്ലാവരുടെയുമാണ്. ആ ദീപികയ്ക്ക് തുറന്ന
വേദി വേണം, അല്ലാണ്ട് പാസ് വെച്ചാൽ നിയന്ത്രിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. എന്താണെന്നറിയാവോ, ഇതിനാൾ കൂടണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തൊരു അഭ്യാസമാണ്. അതുകൊണ്ട് വിക്ഷത്വം പോലും അങ്ങനെ ആയിക്കോട്ടെ എന്ന് സമ്മതിച്ചു. പക്ഷേ ഇതടിക്കാനുള്ള എല്ലാ സാധനവും തയ്യാറാക്കി വെച്ചിട്ട് വിക്ഷത്തെ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു ദിവസം രാത്രി 12 മണിയായപ്പോൾ എന്നെ ഒന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു എല്ലാ അയച്ചോന്ന് ചോദിച്ചു. അയച്ചില്ലെന്ന് പറഞ്ഞു. അതിനയക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, അച്ഛനോട് നേരിട്ട് പറയാൻ പലർക്കും ഭയമുണ്ട്, ഞാൻ പറയുന്നില്ലെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ എന്ന് ഞാൻ പറയാം. എന്നാ ചോദിച്ചു, പാസില്ലാതെ വെച്ചാൽ ആൾ വരികയില്ല. ഒന്നാമത് പാലായിലെ സമ്മേളനമൊക്കെ കഴിഞ്ഞ് ജനങ്ങളുടെ പ്രവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ആളാരും വരിയാതിരിക്കും. പക്ഷേ ഒരു പാസ് കൊടുക്കാമെങ്കിൽ 10,000 പേരെ കിട്ടു ആ പാസ് കൊണ്ട് വരുമ്പോൾ ഗമയായിട്ട്. പക്ഷേ നേരാണോ ചോദിച്ചു. അതെന്ന് പറഞ്ഞു. ഇനി എന്നടിക്കുക അയക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ എൻ്റെ പാസ്സെല്ലാം ഇപ്പം തയ്യാറാക്കി കഴിക്കും, എല്ലാം കമ്പോസ് വെച്ചിരിക്കുക. എങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതാ വിക്ടറി പ്രസ്സുകാരനെ വിളിക്കാൻ പോവാണ്, അവൻ വരും, നേരം വിളിക്കുമ്പോഴേക്കും തീരും, പിന്നെ ഇതിനകത്ത് കയറ്റി വെച്ചാൽ മതി, നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അല്ലാതെ. അതെ, മറ്റൊരു പൊളിക്കാനാ. മനസ്സിലായി. അതിൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സന്തോഷമായി. ഞങ്ങൾ ഇതെല്ലാം കൊടുത്തു. രാജീവ് ഗാന്ധി വരുന്ന സമയമായി. ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് 33 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ സെക്രട്ടറി ഞാനുമായിരുന്നു. അങ്ങനെ ആ യോഗം ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു. പാലായി വെച്ച് നടത്തിയപ്പോഴത്തെ IG ഒക്കെയാണ് ഇപ്പോഴും. എനിക്ക് കൂടുതൽ ബന്ധവും ഒക്കെ ആയി. എന്നോട് ഒരു അപമര്യാദയായിട്ട് ഒരു പെരുമാറ്റില്ല, വളരെ 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 സ്നേഹപൂർവ്വം പെരുമാറിച്ചു. അങ്ങനെയാണ് കരിയാറ്റി മെത്രാപ്പൊലീത്തയുടെ 200ാം ചരമവാർഷികം. അത് 200ാം ചരമവാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കണം, അത് ആലങ്ങാട് വെച്ചാണല്ലോ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ മെത്രാന്മാരെ പോയി കണ്ടു. എറണാകുളക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എൻ്റെ വികാരിച്ചോട് ചോദിച്ചു, രാമൂർപ്പള്ളി വികാരിച്ചോട്, ഇവൻ ഭയപ്പെടുകയൊന്നും വേണ്ട, ഇങ്ങ് കൊണ്ട് എവിടെ വെച്ച് നമുക്ക് നടത്തേക്കാവെന്ന് പറഞ്ഞു. എനിക്ക് ആത്മധൈര്യമായി പോയി. അങ്ങനെ വളരെ കർക്കശനായ നല്ലൊരു വൈദികനായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ആഘോഷം നടത്തി. ചിലരൊക്കെ അതിനകത്ത് സഹകരിക്കാതിരുന്നെങ്കിൽ പോലും സഭ ഒന്നാകെ അതിനകത്ത് വന്നു. ഈ രാമപുരം സ്കൂളിൻ്റെ മൈതാനത്ത് ആണ് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളൊരു ദിവസം കളക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു, നാളെ ഹെലികോപ്റ്റർ വരും പരിശോധനയ്ക്ക്, അതിനു മുമ്പ് ഓടുകൾ മുഴുവൻ പെറുക്കി തീരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ കളക്ടർ എത്രയും 10,000 ഓട് താഴെ ഇറക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ഇനി 3 മണിക്കൂറുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 8 മണിക്ക് പ്ലെയിൻ വരും, അപ്പോഴേക്കും നിങ്ങൾ ഇറക്കി വെച്ചോണം, എനിക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റിയിരുന്നു പറഞ്ഞു. എന്നാ അടിക്കുന്നു. ഞങ്ങൾ ഉടനെ രാമപുരത്ത് വന്നിട്ട് രാമപുരം സ്കൂളിലെ എല്ലാ അധ്യാപകരെയും വിളിച്ചു. നിങ്ങളുടെ ഇവിടെ 2-3 പണിക്കാരെ കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഇവരെല്ലാം കൂടെ വന്നു. കൃത്യമായിട്ട് നേരം പെടുത്തപ്പോഴേക്കും ഇതെല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞു. ഒന്ന് ഓട് പൊളിച്ചിട്ടിരുന്നു നല്ലതാണല്ലോ. അങ്ങനെ അത് വിജയമായി തീർന്നു. അന്നത്തെ മനോരമ, മാതൃഭൂമി, ദീപിക പത്രത്തിലൊക്കെ ഓട് പിടിച്ച ഈ സ്കൂളിൻ്റെ ചിത്രമായിരുന്നു പ്രധാനമായിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ അവിടെ ഗംഭീരമായിട്ട് ആ പരിപാടിയൊക്കെ നടന്നു. അന്ന് MN ജേക്കബായിരുന്നു ഇതിൻ്റെ സ്വാഗത സംഘം ചെയർമാൻ. പിന്നെ ഞാൻ എൻ്റെ ജനറൽ സെക്രട്ടറി, ജനറൽ കൺവീനറും. അങ്ങനെ നടന്നു. വളരെ ഗംഭീരമായിട്ട് നിന്നു. ആദ്യം ഈ പരിപാടി മാറ്റിവെക്കുമല്ല ക്യാൻസലിനും പറഞ്ഞിട്ട് വന്നു. അത് ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഉടനെ ഞങ്ങൾ വീണ്ടും ജേക്കബ് സാറിനെ വിട്ടു. ജേക്കബ് സാറിനെ വിട്ടപ്പം അത് വേറെ കാര്യമാണ്, സാരമില്ല. അപ്പം അന്ന് കൊടുക്കുന്ന ലെറ്റർ ആദ്യം കൊടുത്ത ലെറ്ററല്ല, ആദ്യം കൊടുത്ത ലെറ്റർ കൊണ്ടാണ് വിളിക്കുന്നതൊക്കെ വരികയാണ്. രണ്ടാമത്തെ ഇവിടുത്തെ ജനകീയ പ്രതിനിധികളുടെ യോഗം ചേർന്ന് MN ജേക്കബിനെ തിരഞ്ഞെടുത്തും പറഞ്ഞുള്ള കത്ത് വന്നു. അത് അങ്ങനെ വളരെ താല്പര്യപൂർവ്വം എടുത്തു. ഇവിടെ അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗിന് കരിയാറ്റിയെ സംബന്ധിച്ചുള്ള ഒരു മാറ്റ് തയ്യാറാക്കണം, അതിനു വേണ്ടിയിട്ട് എന്നെ ചുമതലപ്പെടുത്തി. എനിക്ക് ഇംഗ്ലീഷൊന്നും അങ്ങനെ എഴുതാൻ പറ്റിയില്ല. ഉടനെ ഞാൻ ഷെവ്ലെ KC ചാക്കോ, എൻ്റെ ചേട്ടനൊരു അച്ഛനുണ്ടായിരുന്നു, ഇവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. അവരെഴുതി
നല്ലൊരു സാധനം ഞങ്ങളായിട്ട് അയച്ചു കൊടുത്തു. അങ്ങനെ വന്നു, എല്ലാ മന്ത്രിമാരും ഇവിടെ വന്നു. രാമപുരം പള്ളി മൈതാനം പോയിട്ടുണ്ടോ അവിടെ? ഉണ്ട്. ആ പള്ളി മൈതാനം നിറച്ചുള്ള ആൾക്കൂട്ട് വരുന്നുണ്ടായിരുന്നത്. ഭയങ്കരമായി ജനം എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു എനിക്ക് സ്പെഷ്യൽ പാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളവരുണ്ടെന്ന് വിചാരിച്ചു. ഏതായാലും ആ ഭയങ്കരമായ സമ്മേളനത്തിൽ സെയിൽസിങ് വന്നിട്ട് 13 പേരെ കാണാനായിട്ട് തീരുമാനിച്ചു നേരത്തെ. അങ്ങനെ ഞങ്ങളൊക്കെ പോയി നിന്ന് കണ്ടു, വർത്തമാനം പറഞ്ഞു. അന്ന് വോട്ട് ഓഫ് താങ്ക്സ് എനിക്കായിരുന്നു വെച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കിവിടെ സ്റ്റേജിലിരിക്കാം, ബാക്കി ആർക്കും ഇരിക്കാൻ പറ്റിയില്ല. അപ്പം കത്തോലിക്കൻ്റെ വർക്കം പരിപാടി ചോദിക്കും, ഞങ്ങളൊക്കെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അല്ലേ, എന്തേ ഇരുത്താതെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ സാഹചര്യം ഒന്നും നടക്കില്ല. അങ്ങനെ സെയിൽസിങ്ങിനെ കൊണ്ടുവന്നു അതിഭയങ്കരമായൊരു പരിപാടി നടത്തി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ രാജീവ് ഗാന്ധിയെ കൊണ്ട് ദീപികയുടെ ഇത് വരുന്നത്. രാജീവ് ഗാന്ധി ഈ നമ്മുടെ രാഷ്ട്രീയക്കാർക്കൊരു കുഴപ്പമുണ്ടല്ലോ, നിരന്ന് നിന്ന് 12 പേരെ കാണുക എന്ന് പറയുമ്പോഴേക്കും ഈ രാഷ്ട്രീയക്കാരെല്ലാം അങ്ങോട്ട് ഇടിച്ച് കയറി അത് മുഴുവൻ തകർത്ത് കളയും. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് കാണിയം വിട്ടൊന്നും വെച്ചോണ്ട് ഞാൻ അരിയിലേക്ക് മാറി നിന്നു. ഉടനെ ഞാൻ മാറി നിൽക്കുന്നതുകൊണ്ട് മറ്റൊന്നും നടക്കുന്നില്ല, ഇതെല്ലാവരും പോയി. സ്റ്റേജിലേക്ക് രാജീവ് ഗാന്ധി കയറാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹമാണ് എൻ്റെ ജനറൽ കൺവീനർ ജോൺ കച്ചറമട്ടും കാത്രി കോൺസൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. ഉടനെ എടുത്തു വെച്ച കാൽ തിരിച്ചു ബന്ധി കൈ തന്നു. അങ്ങനെ ആ സമ്മേളനം ഭയങ്കരമായ വിജയമായിരുന്നു. ഒരു 7,000 പാസിലേക്ക് ഒന്നും മര്യാദ വെച്ചു അങ്ങനെ നടത്തി. അപ്പോൾ യഥാർത്ഥ ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്ന് പാലായി പരിപാടി വെച്ചപ്പോൾ എനിക്ക് ആത്മധൈര്യം ഉണ്ടായി. ആര് വന്നാലും കുഴപ്പമില്ല, ഏതവനെ കൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ 99 നടത്തിയതാണെന്നറിയോ? 99 നമ്മുടെ സീറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാറമാക്ക തോമാക്കത്താരുടെ 200-ാം ചരമവാർഷികം ആഘോഷിക്കുകയും 200-ാം വാർഷികം. അതിനുവേണ്ടി ചോദിച്ചപ്പോഴും ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ കരിയാറ്റിയുടെ ഗോവർണറുടെ ചരമവാർഷികം ഗംഭീരമാക്കണം എന്നുള്ള പരിപാടിയിലാണ് ഇരിക്കുന്നത്. അവസാനം വിരിയത്ത് പിതാവായിരുന്നു ഇവിടെ സെൻറ് തോമസ് മൗണ്ട് വെച്ച് ഗോവർണർ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ജാഥ ഉദ്ഘാടനം ചെയ്തത്. അപ്പം അതിനകത്ത് 27 മെത്രാന്മാരുടെയും ഫോട്ടോ ഉണ്ടായിരുന്നു. കാരണം അവരന്ന് സിനഡിൻ്റെ അവസരം കൂടെയാണ്. ഈ സിനഡിൻ്റെ അവസാനം രാമൂർത്ത് എല്ലാ മെത്രാന്മാരും വരണമെന്നും ആ സമാപന സമ്മേളനം പങ്കെടുപ്പിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ എല്ലാ സ്ഥലത്തും നടന്ന ഭയങ്കരമായ യോഗം ആഘോഷം നമുക്ക് തന്നെ ചിന്തിക്കാനും ഭാവിക്കാനും കഴിയാത്ത വിധത്തിലുള്ള പരിപാടികളാണ് നടന്നത്. അങ്ങനെ വന്നു, രാമൂർത്ത് വന്നു, ഇവരെല്ലാം കൂടെ കൂടി ഒരു ദിവസം കൃത്യം 600 പോലീസുകാർ ഇവിടെ വന്നു ഇത് പരിശോധിക്കാൻ വേണ്ടി. അവർക്ക് എങ്ങനെ വീട്ടും? ഉടനെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു എവിടെ നിന്നെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ പാലായിലും കൂത്താട്ടത്തിലൊക്കെ വണ്ടി വിട്ടിട്ട് അവിടുത്തെ ചോറുകളെല്ലാം കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ഇവിടെ കൊടുത്തു. നമുക്കാർക്കും ഒരു മുന്നറിയിപ്പ് പോലും തരികയില്ല, ഇങ്ങ് വന്നേക്കുക. അത് നമ്മുടെ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. നമുക്കിപ്പം അതിനുള്ള സൗകര്യം രാമൂർത്തിയില്ലെന്ന് വിചാരിക്കണം. പാലായിലാണ് നമുക്ക് ധാരാളമുണ്ട്. അതെ, രാമപുരത്ത് 2-3 ദിവസം ചായക്കടയിൽ നിന്ന് ഹോട്ടലുണ്ട്. അതെല്ലാം മേടിച്ച് ഞങ്ങൾ കൊടുത്തു. കരുണാകരനാണെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു പോയി. ഇവരെല്ലാം എല്ലാ മന്ത്രിമാരും വന്നു. അതിനോടനുബന്ധിച്ച് ചരിത്ര സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം ഇതൊക്കെ വന്നു. നമ്മുടെ DC കിഴക്കേമുറി, കൂടപ്പടിയച്ചൻ തുടങ്ങിയ പ്രഗത്ഭരായ ആൾക്കാരെല്ലാം ഇവിടെ വന്നു. അതിനുശേഷമാണ് ഗംഭീരമായ സമ്മേളനം എന്ന് പറഞ്ഞാൽ ആദ്യം ഗംഭീരമായ സമ്മേളനമായിരുന്നു.